പതിവ് പോലെ തന്നെ ഞാൻ മോർണിംഗ് വ്ളോഗാണ് എടുക്കുന്നത്. രാവിലെ 5:45 എഴുന്നേറ്റു കേട്ടോ. ഒന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു, മോൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ മോളവിടെ നിന്ന് പല്ലൊക്കെ തേക്കുകയാണ്. പുറത്ത് ഇറങ്ങിയിട്ട് വേണം, ഗ്രില്ല് തുറന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ പല്ലൊക്കെ തേക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ മോൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പതിവ് പോലെ രാവിലെ അടുക്കളയിൽ വന്നു ചുക്ക് വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് മോൾക്ക് സ്കൂളിലേക്ക് ചോറിന് അമരയ്ക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചു. അപ്പോൾ അമരയ്ക്ക ഉപ്പേരി ചോറും, അവൾ കറി കൊണ്ടുപോകാറില്ല കേട്ടോ, ചോറും ഉപ്പേരിയും മാത്രമാണ് കൊണ്ടുപോവുക. എന്നിട്ട് മോള് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരുന്നു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടുപൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഴക്കട്ടയാണ് കേട്ടോ. പുട്ടുപൊടി, ഒരു വലിയ മുറി തേങ്ങയും 3 പച്ചമുളകും 1 സ്പൂൺ ജീരകവും എടുത്തു. അതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. ഒട്ടും ചതയാതെ അല്ല, ഒന്നും ഇങ്ങോട്ട് കറക്കി എടുക്കുക. എന്നിട്ട് നന്നായി വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ കറക്കി എടുക്കുക. ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. പിന്നെ വറവിടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊടിയിൽ തന്നെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷമാകുമ്പോൾ പിന്നെ മിക്സി അരച്ച വെള്ളം ഒഴിച്ചതിന് ശേഷമാകുമ്പോൾ പിന്നെ അത് കട്ട പിടിക്കില്ല, ഉപ്പ് അവിടെയും ഇവിടെയൊക്കെ. അപ്പോൾ ആദ്യം നന്നായി ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം മതി തേങ്ങ അരച്ച കൂട്ടൊഴിക്കുക. അതവിടെ കുഴച്ച് വെച്ചപ്പോഴേക്കും ഞാൻ അമരയ്ക്ക നുറുക്കി ഉപ്പേരിക്ക് വെച്ചു. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് സാധാ പോലെ തന്നെ അതൊന്ന് ഇതാക്കിയെടുത്തു. എന്നിട്ട് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോഴേക്കും നല്ലോണം വെളിച്ചമായിരുന്നു. അപ്പോൾ പാല് വന്നോ എന്ന് നോക്കിയതാണ്. അപ്പോൾ പാല് വന്നപ്പോൾ അതൊക്കെ എടുത്തിട്ട് ചായയൊക്കെ വെക്കുകയാണ്. രാവിലെ അപ്പോഴേക്കും ഞാൻ ഈ പൊടി കുഴച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് റെസ്റ്റായി. ഞാനൊന്ന് അതെടുത്ത് ഉണ്ട പിടിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വെന്തോ എന്നൊക്കെ നോക്കണം. നമ്മൾ പപ്പടം കുത്തണ കോലുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് വെന്ത് വെച്ചാൽ അതിലൊട്ടി പിടിക്കില്ല. അപ്പോൾ അത് എടുത്ത് മാറ്റുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ അത് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും ഉപ്പേരിയായി. പിന്നെ ഉപ്പേരി വാങ്ങിയ ഉടനെ തന്നെ പാല് വന്നതുകൊണ്ട് ഞാൻ ചായയും വെച്ചു. അപ്പോഴേക്കും 10-15 മിനിറ്റ് വേണം കേട്ടോ അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ. അത്യാവശ്യം വലിയ ഉണ്ട പിടിച്ചിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതൊന്ന് നന്നായി വേവണമല്ലോ. പിന്നെ വറവിടാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു, അതൊക്കെ അരിഞ്ഞു. എന്നിട്ട് വറവിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കടുകും മുളകും ഇട്ടു. പിന്നെ കുറച്ചും കൂടിയും ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യണതാണ്, കുറച്ച് മുളക് പൊടി അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഒരു എരിവൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അങ്ങനെ ചെയ്യും. അപ്പോൾ മോള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിരുന്നത്. അപ്പോൾ മോള് സ്കൂളിൽ പോകുമ്പോൾ അവളെ യാത്രയാക്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് ശേഷമാണ് പിന്നെ ഞാൻ ഏട്ടനും ഭക്ഷണം കഴിച്ചത്. ഇതിന് ഞാനിവിടെ മുളക് പൊടി ചാലിച്ചിട്ട് എടുക്കും കേട്ടോ. മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടും എടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ മുളക് പൊടി അതിൻ്റെ മുകളിൽ ഇട്ട കാരണം പിന്നീട് ചാലിച്ചില്ല. ഇല്ലെങ്കിൽ ഇതിന് ഏറ്റവും ബെസ്റ്റ് പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മോർണിംഗിലെ ഭക്ഷണം.